മുൻ കരസേനാ മേധാവി എം നരവനെയുടെ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പുകളാണ് ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകത്തിൽ 4 പതിറ്റാണ്ട് കാലത്തെ സർവീസ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ചൈനീസ് ടാങ്കറുകൾ ഇന്ത്യൻ അതിർത്തിയിലെത്തി എന്നാണ് വെളിപ്പെടുത്തൽ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബോംബ്. And this is from the memoir of Army Chief Naravan. This is about when 4 Chinese tanks were entering Indian territory. They were taking a ridge in Doklam. 2019 ഡിസംബർ മുതൽ 2022 ഏപ്രിൽ വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായി സേവനമനുഷ്ഠിച്ച എം നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ പരാമർശം. ഓർമ്മക്കുറിപ്പിനെ കുറിച്ച് കാരവൻ മാസികയിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഔദ്യോഗികമായി ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത പുസ്തകമാണ് നരവനെയുടേത്. കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരം: ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതാനും 100 മീറ്ററുകൾക്കകലെ ഉണ്ടായിരുന്നു എന്ന ഒരു വരിയെ ചൊല്ലിയായിരുന്നു തർക്കം. ചൈനയുമായുള്ള ഏറ്റുമുട്ടലുകൾ, അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന പ്രവർത്തന രീതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഗാൽവൻ ഏറ്റുമുട്ടൽ, ഡോക്ലാം സംഘർഷം തുടങ്ങിയ സംഭവങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ചൈനീസ് ടാങ്കുകൾ എങ്ങനെ ഇന്ത്യൻ പ്രദേശത്തെത്തിയെന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തിയത്. ഇതിൽ വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരേയൊരാൾ രാജ്നാഥ് സിംഗ് ആണെന്നും വ്യക്തമാക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. നരവനെയുടെ പുസ്തകത്തെ ചൊല്ലി ഇനിയുള്ള ദിവസങ്ങളിലും സഭാതലം തീപിടിക്കുമെന്ന് തീർച്ച. റിപ്പോർട്ടർ, ദില്ലി.